ഹായ്, വെൽക്കം ടു MBD. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം 1 വീക്കായിട്ടുണ്ട്. 1 വീക്കായിട്ട് ഇവിടെ മൊത്തം മഴയാണ്. അപ്പോൾ ഇവിടെ എവിടെയും കറങ്ങാൻ പോകുന്നില്ല. നമ്മൾ അടുത്ത സ്റ്റേറ്റ് പിടിക്കാൻ കറങ്ങാൻ പോകുന്നതായിട്ട് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരം. അവിടെ സൂര്യകാന്തി പാടം അത് കാണാനാണ് പോകുന്നത്. ഇവിടുന്ന് 3 hour ജേണി ആറ്റിങ്ങൽ ടു സുന്ദരപാണ്ഡിപുരം. ഡീസൽ ലിറ്റർ എത്രയാണ് ഇപ്പം? 96. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ഡീസലിൻ്റെ പ്രൈസ് 96. ഇനി നമുക്ക് തമിഴ്നാട്ടിൽ എത്രയാണെന്ന് നോക്കാം. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ റൂട്ടാണ് നമ്മുടെ ഈ കുളത്തൂപ്പുഴ തമിഴ്നാട് റോഡ്. കുളത്തൂപ്പുഴ ചെങ്ങോട്ട റോഡ് സൂപ്പർ പ്ലേസാണ്. ഇടയ്ക്ക് നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു കാടിനൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇതാണ് തെന്മല ഡാം. തെന്മല ഡാം ഇന്ന് രാവിലെ തുറന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഇല്ലായിരുന്നു, മഴ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല സൂപ്പർ മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തെങ്കാശി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിഞ്ഞിടും. നമ്മളിപ്പോൾ തെങ്കാശി കേരളത്തിൽ എല്ലായിടത്തും മഴയുണ്ട്. കേരളത്തിൽ വേറെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ തെങ്കാശി പോകുന്നത്. പിന്നെ തെങ്കാശിയിൽ ജൂലൈ, സെപ്റ്റംബർ, ഓഗസ്റ്റാണ് നമ്മുടെ ഈ സൂര്യകാന്തി സീസൺ. ഇപ്പോൾ അവിടെ പൂ വിരിയുന്ന സീസണാണ്. പൂ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ വയ്യ. നമ്മളെന്തായാലും പോയി നോക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ തെന്മല ഡാമിന്ന് ചെങ്ങോട്ട പോണ വഴിയാണെങ്കിൽ ആ ഡാം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്താൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ അപ്പം ടോയ്ലറ്റും എല്ലാം ഉണ്ട്. മുമ്പ് നല്ല വൃത്തിയുള്ള ഫുഡാണ്. ഞാൻ മുമ്പ് വന്നിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ സെയിം ഹോട്ടലിൽ തന്നെയാണ് ഇവിടെ വീണ്ടും വന്നത്. ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഹോട്ടലിൻ്റെ പേരും വെറൈറ്റിയാണ്, ജിങ്കാലാല. അപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട് കയറിയിട്ടുണ്ട്. തമിഴ്നാട്ടിലപ്പം കേരളത്തെക്കാട്ടിയും കാറ്റും വിൻഡ്മില്ലൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 20 കിലോമീറ്റേഴ്സാണ് സുന്ദരപാണ്ഡിപുരം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി എടുത്താണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ പമ്പിലാണ്. കേരളത്തെക്കാട്ടിയും ഏകദേശം 3 രൂപ കുറവാണ് തമിഴ്നാട്ടിലെ പമ്പിൽ. അവിടെ 96 ആയിരുന്നു, ഇവിടെ 93. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഫസ്റ്റ് സൂര്യകാന്തി തുറന്ന് എത്തിയിട്ടുണ്ട്. ഇത് ഓൺ ദ വേ ടു സുന്ദരപാണ്ഡിപുരം. ഓൺ ദ വേ. അപ്പോൾ ഇതാണ് വിരിയാത്ത സൂര്യകാന്തി. ഇത് കുറച്ച് വിരിഞ്ഞത്, ഇത് നല്ല വിരിഞ്ഞത്. നമ്മൾ വന്നപ്പോൾ നല്ല മഴ പെയ്തപ്പോഴാണ് ചെരുപ്പൊക്കെ ഈ പരുവായി. ഈ കാണുന്നത് ആ സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഉള്ളിപ്പാടമാണ്. അപ്പോൾ അടുത്തൊരു സ്പോട്ട് കൂടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ കേരളത്തിന് ഇവിടെ ഒരു 1500 വെൺമില്ലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴയുണ്ട്. അവിടെ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ കുറേ പശുക്കൾ കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. റോഡൊക്കെ ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിക്കും നമ്മൾ കേരളത്തിൽ നല്ല റോഡും നല്ല സീനറിയൊക്കെയുള്ള. സുന്ദരപാണ്ഡിപുരം ഒരു രക്ഷയില്ല. വാഴകളെല്ലാം നല്ല കുലച്ചൊക്കെയാണ്. ആ പോകുന്ന വഴിയിൽ നമ്മളപ്പോൾ അവിടുത്തെ ഒരു ലോക്കലിനെ പരിചയപ്പെട്ടു. പുള്ളി അവിടുത്തെ വലിയൊരു ഫാം കാണിച്ചു തരാം, സൂര്യകാന്തി ഫാം. തൊട്ടടുത്ത് തന്നെയായിരുന്നു പുള്ളി പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ ഫാമിൻ്റെ എൻട്രൻസിൽ ഒരു അപ്പൂപ്പൻ സൂര്യകാന്തിയൊക്കെ പിടിച്ചിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി നമ്മുടെ വഴി കാണിച്ച് നമ്മുടെ ആ സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്ത് കൊണ്ടാക്കി തന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതിനില്ല എന്നാ പ്രൈസ് എന്നാ? അപ്പോൾ ഇവിടെ ഒരുപാട് ലോക്കൽ കച്ചവടക്കാർ പറഞ്ഞ് കുറച്ച് അരിനെല്ലിക്കാൻ വെച്ച് 20 രൂപയ്ക്ക്. പിന്നെ വട്ടി, മുറം, ചട്ടി എന്നൊക്കെ പറഞ്ഞ് വേറെ ടീം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോക്കൽ കൊണ്ടെത്തിച്ചത്. ചോളം, ഇവിടെ സൂര്യകാന്തി.
ഇവിടെ അപ്പോൾ അവർ നമ്മൾ കയറാനായിട്ട് ആദ്യം അവർ 200 ചോദിച്ചു, പിന്നെ അത് 100 ആക്കി, പിന്നെ നമ്മൾ കയറിയില്ല എന്തായാലും. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടാണ് എലിശാസ്ത്രം. ഇത് ആംസ്റ്റർഡം അല്ലേ? മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൈശാസ്ത്രം നോക്കാൻ വന്ന ഒരാളാണ്. അയാൾ നമ്മളെ പരമാവധി പുകഴ്ത്തി എങ്ങനെയെങ്കിലും കൈ നോക്കിപ്പിക്കണം, അതിനുവേണ്ടി സോപ്പിടുന്നതാണ്. അപ്പോൾ നമ്മുടെ ജേണി ഇവിടെ എൻഡ് ചെയ്ത്, പിന്നെ ഇവിടെ നല്ല ഫ്രഷ് ടൊമാറ്റോ, ഓണിയൻ, ചെറിയ ഉള്ളി ഇതൊക്കെ കിട്ടും. ചെറിയ ഉള്ളി 3 കിലോ 100 ആണ് ഉള്ളത്. ടൊമാറ്റോ 3 കിലോ 100. 3 കിലോ 100 രൂപ. തക്കാളി 2 കിലോ 100 രൂപ. ഉള്ളി ഈ വലിയ ഉള്ളിയാ 3 കിലോ. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ഏരിയ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. നിങ്ങളുടെ കൈ നോക്കപ്പം സദരക്കൈ, സംഘക്കൈ, ഭാഗ്യക്കൈ, സ്വന്തം കാര്യം ചിന്താവാം. വായേ ഉള്ളു, മനസ്സ് ഇതേ നല്ല മനസ്സുള്ളതാണ്. നിങ്ങളൊക്കെ അറിവ കത്തി ആയതുകൊണ്ട് നാക്കുമൈ ഇവിടെ പോയാലും. അപ്പോൾ ചിങ്ങത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമെന്ന് തോന്നിയത് നമ്മൾ ഞാൻ ഈ ലോട്ടറി 200 കോടി കിട്ടും. നല്ല സന്തോഷமான കാര്യങ്ങൾ നടക്കും. പറഞ്ഞു പോ.